അഡ്വക്കേറ്റ് വസന്ത് സിറേഖ്, ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഇങ്ങനെ അവരെ സഹായിക്കാൻ, ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ ദൗത്യവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ ഇറങ്ങിയിട്ട് ആ പിരിവ് പ്രഖ്യാപിച്ചിട്ട് വർഷമൊന്നാവുകയാണ്. എന്നിട്ടും ആ പിരിവ് തീർന്നിട്ടില്ല, തീരാത്ത പിരിവായി നിൽക്കുകയാണ്. കണക്കുകൾ ഈ കാലയളവിൽ വളരെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ജനങ്ങൾ ചോദിക്കുന്നു, ആ 100 വീട്, കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീടിന് എത്ര കോടി പിരിഞ്ഞു കിട്ടി? യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് കേവലം 88 ലക്ഷത്തിൽ നിൽക്കുന്നുവെന്ന് പറയുന്നത് അവിശ്വസനീയമായി തന്നെ നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് വ്യക്തതയോടെ ആ കണക്കുകൾ അവതരിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു കോപ്പി എടുത്ത് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കടലാസ് കെട്ടായി അവതരിപ്പിച്ചാൽ അതാവില്ല. അതുപോലെ തന്നെ ഗൗരവമായ കുടുക്കിൽപ്പെട്ട് ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ വിവരങ്ങൾ വേറെ. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്ന UDF മുന്നണിയിലെ ഒന്നാമത്തെ കക്ഷിയും രണ്ടാമത്തെ കക്ഷിയും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൽ, ആ ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് നടത്തിയ പിരിവുമായി ബന്ധപ്പെട്ട് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അതാണ് നേരത്തെ മുസ്തഫ പറഞ്ഞത്, ഇത് വെറും ആക്ഷേപമോ ആരോപണമോ അല്ല, വസ്തുതകളായി തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നു. വിശദീകരിക്കാൻ ബാധ്യതയില്ലേ? അന്വേഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ലേ? സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? ശ്രീ ശരത്ചന്ദ്രന്റെയും VPP മുസ്തഫയുടെയും ചോദ്യങ്ങൾക്കും ആരോപണങ്ങളാണോ? അതിന് കൃത്യമായ ഉത്തരം പറയാം. ഇടപെടാതെ ഒരു മിനിറ്റ് മതി, അതിൽ കൂടുതൽ സമയമൊന്നും വേണ്ട. അത് തന്ന് അങ്ങ് സഹകരിക്കണം. ഒന്നാമതായി യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൈരളിയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ ക്യാമ്പ് പ്രതിനിധിയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി പങ്കെടുത്ത ആളാണ് ഈ ഇരിക്കുന്ന ഞാൻ. അപ്പോൾ ആ ക്യാമ്പിൽ എന്തൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും കൈരളിയുടെ റിപ്പോർട്ട് പ്രകാരമാണോ അത് ചർച്ച ചെയ്തത് എന്നും വ്യക്തമായി നേരനുഭവമുള്ള ഞാൻ തന്നെ പറയാം, യൂത്ത് കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു വിമർശനവും ഉയർന്നു വന്നിട്ടില്ല. വയനാട് റീബിൽഡ് വയനാടുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്തത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന 88 ലക്ഷമല്ല, ഇതാ ഇന്ന് വരെ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള 1 കോടി ചില്ലറ തുകയാണ്. അത് എങ്ങനെയാണ് ആ തുകയിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ തീരുമാനിച്ചത് 2.5 ലക്ഷം രൂപ വീതം 140 നിയോജകമണ്ഡലങ്ങളിൽ നിന്ന് പിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഏതാണ്ട് 3 കോടിയോളം രൂപ കണ്ടെത്തി 10 ലക്ഷം രൂപ വീതം വരുന്ന 30 വീടുകൾ പണിതു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 50,000 രൂപ പിരിക്കാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങളോട് പറഞ്ഞത്. അതായത് ഞങ്ങൾക്കുള്ളത് ബ്ലോക്ക് കമ്മിറ്റികളാണ്, അതായത് നിയോജകമണ്ഡലം കമ്മിറ്റികൾ. ആ നിയോജകമണ്ഡലം കമ്മിറ്റികളോട് പായസ ചലഞ്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, ഏതെങ്കിലും കടയിൽ കയറി പിരിക്കാനല്ല കേട്ടോ, ഡിവൈഎഫ്ഐയുടെ പോലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്ന് പിരിക്കാനല്ല, അങ്ങനെ പിരിക്കരുത് എന്ന് കർശന നിർദ്ദേശം ആ സർക്കുലറിലുണ്ട്. എന്തെങ്കിലും ക്രിയേറ്റീവായ ചലഞ്ചുകൾ നടത്തിക്കൊണ്ട് ആ പണം കണ്ടെത്താനാണ് പറഞ്ഞത്. അതിൽ ആദ്യഘട്ടത്തിൽ 50,000 രൂപയാണ് നിലവിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. അതിലൊരു പ്രശ്നമുണ്ട്. എന്റെ ബ്ലോക്ക് കമ്മിറ്റി 1,47,000 രൂപ കൊടുത്തിട്ടുണ്ട്. പൂഞ്ഞാർ നിയോജകമണ്ഡലം 1,47,000 രൂപ. പക്ഷേ എന്റെ ജില്ലയിൽ തന്നെ മറ്റൊരു നിയോജകമണ്ഡലം കമ്മിറ്റി കൊടുത്തത് 20,000 രൂപയാണ്. മറു ജില്ലയിൽ 10,000 കൊടുത്തവരുണ്ട്, ഒന്നും കൊടുക്കാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അങ്ങനെ അതിൽ വീഴ്ച വരുത്തിയ, അതായത് തുക കണ്ടെത്താൻ പ്രവർത്തനത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ ആക്ഷൻ എടുത്തു. ഉടനെ കൈരളി, അങ്ങ് ചീഫ് എഡിറ്ററായിരിക്കുന്ന കൈരളി വാർത്ത കൊടുത്തു, എന്ത് ഫണ്ട് തട്ടിപ്പ് നടത്തിയ നേതാക്കൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ആക്ഷൻ എടുത്തു എന്ന്. അങ്ങനെയാണോ? അങ്ങനെയല്ല. ഫണ്ട് തട്ടിപ്പ് നടത്തിയവർക്കെതിരെ അല്ല, മറിച്ച് ഫണ്ട് സമാഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയവർ, അതായത് കൃത്യമായി ക്രിയേറ്റീവായ പ്രവർത്തനത്തിലൂടെ നിയോജകമണ്ഡലത്തിൽ നിന്ന് 50,000 രൂപയെങ്കിലും കണ്ടെത്താൻ സാധിക്കാത്ത നിയോജകമണ്ഡലം പ്രസിഡന്റുമാരെ ഞങ്ങൾ പുറത്താക്കി, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ നിലവിൽ ഞങ്ങളുടെ കയ്യിലുള്ള 1 കോടി രൂപയാണ്. ഞങ്ങൾ ഏറ്റവും ആദ്യം സർക്കാരിനോട് സ്ഥലം മാർക്ക് ചെയ്തു തരൂ എന്ന് ആവശ്യപ്പെട്ടവരാണ്. പക്ഷെ സർക്കാർ പറഞ്ഞു ഇതൊരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണ്, അപ്പൊ സർക്കാരിന്റെ കൂടെ ചെയ്യൂ, സർക്കാരിന്റെ കൂടെ ചെയ്യാൻ വേണ്ടി സർക്കാരിനെ പണം ഏൽപ്പിക്കൂ, ഞങ്ങൾ അത് ചെയ്യും എന്നാണ് പറഞ്ഞത്. അവിടെ ഞങ്ങൾ നിങ്ങളുമായി, അതായത് സർക്കാരുമായി സഹകരിക്കാത്തതിന്റെ കാരണം, ഊരാളുങ്കലിന് യാതൊരു ടെൻഡറും വിളിക്കാതെ സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് 3,336 എന്നാണ് എന്റെ ഓർമ്മ, അത്രത്തിൽ രൂപയ്ക്ക് നാട്ടിൽ ഒരിടത്തുമില്ലാത്ത പച്ചവെള്ളം ചവച്ചരിച്ചു കുടിക്കുന്നവർക്ക് പോലും ദഹിക്കാത്ത രീതിയിലുള്ള ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റിന് ഊരാളുങ്കലിന് സർക്കാർ ടെൻഡർ കൊടുക്കുന്നു, സർക്കാർ അനുമതി കൊടുക്കുന്നു. അപ്പൊ ആ റേറ്റിൽ നിന്നുകൊണ്ട്, ഭീമമായ അഴിമതിക്ക് സാധ്യതയുള്ള ഒരു റേറ്റിൽ നിന്നുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രൊജക്റ്റിൽ ഞങ്ങൾ ചേരുന്നില്ല എന്ന് KPCCയും കോൺഗ്രസ് പാർട്ടിയും തീരുമാനിക്കുന്നു. ആ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ച ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ KPCC ആണ് ഫണ്ട് കൈമാറുക, ഇപ്പൊ ഞങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, ഇനി ഞങ്ങൾ KPCCക്ക് നൽകേണ്ടത് ഏതാണ്ട് 2 കോടി രൂപ അടുത്താണ്, അത് വരുന്നത് പിരിക്കുകയും ചെയ്യും. ഇനി അങ്ങയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന്റെ ഉത്തരം കൂടി പറയാം. അതായത് ശ്രീ ശരത്ചന്ദ്രൻ, അങ്ങയുടെ
ഇൻട്രോയിൽ പറഞ്ഞു, ഇതിനു മുമ്പും ഇങ്ങനെ പ്രളയത്തിന്റെ സമയത്ത് ഫണ്ട് പിരിച്ച് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ബാഡ്മാർക്കുള്ള പാർട്ടിയാണല്ലോ ഇത്. അതുകൊണ്ട് അവരെ പറ്റി കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതാണ്. അതായത് KPCCയുടെ 1000 ഭവനങ്ങളെ പറ്റിയാണ് അങ്ങയുടെ ചോദ്യം. അങ്ങ് ആണല്ലോ ഇവിടെ 100 വീടാ ഞാൻ ചോദിച്ചത്. 100 വീട്, 1000 വീടൊന്നും അല്ല. 1000 ഒന്നും ഒരു പ്രതീക്ഷയില്ല. 100 വീടിന്റെ കാര്യമാണ് ചോദിച്ചത്. പ്രതീക്ഷയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. കേക്കൂ, അങ്ങ് ഫേസ്ബുക്ക് എടുത്തിട്ട് KPCC എന്ന് അടിച്ചാൽ ഏറ്റവും ആദ്യം വരുന്ന പേജ് KPCC 1000 ഹോംസ് എന്നാണ്. ആ 1000 ഹോംസിന്റെ ഏറ്റവും ഒടുവിലത്തെ പോസ്റ്റ് പാലക്കാട് പരുതൂർ പഞ്ചായത്തിൽ പള്ളിപ്പുറത്ത് പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VT ബൽറാം കൈമാറുന്നതാണ്. ഇത് ഞങ്ങളുടെ 1067ാമത്തെ വീടാണ്. കൃത്യമായ കണക്ക് ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്പെറന്റ് ആണ്.